വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാനുള്ള പോലീസ് വിന്യാസം ചോർന്നതിൽ DGP റിപ്പോർട്ട് തേടി. ഇന്റലിജൻസ് മേധാവിയോടാണ് ചോർച്ചയിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി അമൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അമൽ, കഴിഞ്ഞ ദിവസമാണ് ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുരക്ഷ ബന്ധിപ്പിച്ച ചില വീഴ്ചകൾ സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ DGP അക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഭദ്ര, കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു കത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന് ലഭിക്കുന്നത്. അദ്ദേഹം അത് അന്വേഷണ മേധാവികൾക്ക് കൈമാറുകയായിരുന്നു. അതായത് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ചാവേറാക്രമണം ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു ആ ഒരു കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാനുള്ള പോലീസ് വിന്യാസം ഈ രീതിയിൽ ചോർന്നതിൽ DGP ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇന്റലിജൻസ് മേധാവിയോടാണ് ചോർച്ചയിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷയൊരുക്കാനുള്ള ക്രമീകരണം ചോർന്നതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടാനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്തിന് കൃത്യമായ മറുപടി നൽകണമെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് DGP ഇപ്പോൾ ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള റിപ്പോർട്ട് സേനയിൽ നിന്ന് തന്നെ ചോർന്നത് ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് അടക്കം കാണുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രഹസ്യ സ്വഭാവത്തോടെ അയച്ച ഒരു സന്ദേശമായിരുന്നു ഇത്. താഴെ തട്ടിലേക്ക്, അതായത് മറ്റുള്ളവരിലേക്ക് എത്തിയത് വാട്സപ്പ് വഴി അയച്ചപ്പോഴാണ് എന്നാണ്. അതായത് വാട്സപ്പ് വഴി അയച്ചപ്പോഴാണ് ഈ ഒരു മെസ്സേജ് ചോർന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. SPG, ADGP സുരേഷ് രാജ് പുരോഹിത് അടക്കം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതീവ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. VIP സന്ദർശനത്തിന്റെ ഭാഗമായി പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലെ ജില്ലാ പോലീസ് മേധാവിമാരാണ് ഈ സുരക്ഷാ പദ്ധതികളൊക്കെയും തയ്യാറാക്കുന്നത്. വാഹന വ്യൂഹത്തിന്റെ റൂട്ട്, പരിപാടി നടക്കുന്ന സ്ഥലത്തെ സുരക്ഷ, ഒപ്പം തന്നെ VIP കടന്നു പോകുന്ന കെട്ടിടങ്ങളിലെ പരിശോധന തുടങ്ങിയ സ്കീം തയ്യാറാക്കുന്നതൊക്കെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ്. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, ബോംബ് സ്ക്വാഡ് തുടങ്ങി VIP സന്ദർശന സമയത്ത് സുരക്ഷയുടെ ചുക്കാൻ പിടിക്കാനുള്ള മറ്റൊരു സ്കീം തയ്യാറാക്കുന്ന ഇന്റലിജൻസ് മേധാവിയും, ഒപ്പം ഓരോ സ്ഥലത്തും നിയോഗിക്കുന്ന SP-മാരുടെയും DYSP-മാരുടെയും പോലീസുകാരുടെയും വിവരങ്ങൾ പൂർണ്ണമായും തയ്യാറാക്കുന്നതും ഈ ഒരു ഇന്റലിജൻസ് മേധാവിയാണ്. ഈ വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഭക്ഷണങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇടങ്ങളിലും എത്തി അവിടെ ഭക്ഷണങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിനും പ്രത്യേകം സജ്ജമാക്കിയവരുണ്ട്. അവരുടെയൊക്കെ വിവരങ്ങളും മറ്റുമാണ് ചോർന്നിരിക്കുന്നത്. ഈ ഒരു അതീവ സുരക്ഷ ഒരുക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ ചോർന്നത് അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്ക് വലിയ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും തിരുവനന്തപുരം നഗരം, ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, ഒപ്പം ഈ പൊതുസമ്മേളനം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയം എന്നിവയൊക്കെ അതീവ സുരക്ഷാ മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച സിറ്റി പോലീസ് കമ്മീഷനുടെ നേതൃത്വത്തിൽ സിറ്റി പരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയൊക്കെ യോഗം വിളിച്ചു ചേർത്ത് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ മറ്റ് ചർച്ചകളും ഒക്കെ നടത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഭാഗങ്ങളിൽ പാർക്കിങ്ങുകളൊക്കെ ഇനി മുതൽ അനുവദിക്കുന്നതല്ല. അതേസമയം തന്നെ പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷനിലേക്കുള്ള ബസ്സുകൾ അടക്കം അവരുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ ഡിപ്പോകൾ പ്രവർത്തിക്കുന്നതല്ല എന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഒപ്പം ഡിപ്പോയിൽ നിന്നും സർവീസും ഉണ്ടാകില്ല. ഡിപ്പോ കോംപ്ലക്സിലെ കടകൾക്കും ആ ഒരു ദിവസം പ്രവർത്തനാനുമതി ഉണ്ടാകില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 11 മണി കഴിഞ്ഞ് ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാനും സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഭദ്ര. അമൽ, ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ സംസ്ഥാന സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പോലീസ് വിന്യാസം ചോർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയേക്കുമെന്നുള്ളൊരു സാധ്യത, അത് അമൽ നേരത്തെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SPG ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? കാരണം ഈ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് SPG ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണത്തിലാണ്. അവരാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണോ അവർ ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ പ്രധാനമന്ത്രിക്ക് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായി മാത്രമല്ല ഇവർ SPG ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയത്. അതായത് കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുന്നു എന്ന ആ ഒരു വാർത്തയ്ക്ക് പിന്നാലെ തന്നെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ നിയന്ത്രണങ്ങളും നടത്തുന്നതിന് വേണ്ടിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് SPG ഒപ്പം തന്നെ ADGP സുരേഷ് രാജ് പുരോഹിത് അടക്കമുള്ള അവർ കേരളത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തി വന്നിരുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ സഞ്ചരിക്കുന്ന റൂട്ടുകളും ഒപ്പം തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ ആ റൂട്ടുകളിലെ കെട്ടിടങ്ങളടക്കം പരിശോധിക്കുകയും ഒപ്പം മറ്റു കാര്യങ്ങൾ, അതായത് അവിടേക്ക് എങ്ങനെയൊക്കെയാണ് അവിടെ നിയന്ത്രിക്കേണ്ടത്, വാഹനങ്ങൾ ഏത് വിധത്തിൽ ഏത് തരത്തിലാണ് പിന്നെ ക്രമീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് SPGയുടെയും ADGPയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉള്ള സുരക്ഷാ സംഘം തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായത് എന്നതുകൂടി വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ കൂടിയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ സുരക്ഷയും ഒപ്പം തന്നെ ഈ ഒരു വാഹന വ്യൂഹം കടന്നു പോകുന്ന ആ റൂട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന് അടുത്തുള്ള കെട്ടിടങ്ങൾ മറ്റും പരിശോധിക്കുക, ഒപ്പം തന്നെ VIP കടന്നു പോകുന്ന കെട്ടിടങ്ങളിലെ പരിശോധന എന്നീ കാര്യങ്ങളൊക്കെ തന്നെയും ഇവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകളൊക്കെ നടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭദ്ര.